മീര മാം, നമ്മൾ പലപ്പോഴും കേട്ടുവരുന്ന അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ച ഒരു വാക്കാണ് ഈ സംവരണം എന്നുള്ളത്. ഈ സംവരണം നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും പിടിമുറുക്കി കഴിഞ്ഞു. പക്ഷേ നമുക്കത് ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലോ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്നെ പോലെയുള്ള പല ആളുകൾക്കും അതിനൊരു ഭയം, അല്ലെങ്കിൽ നിയമത്തിൽ പോലും അത്തരത്തിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ലേ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പോഴൊക്കെയുള്ള ഒരു പുതിയ തലമുറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതിനെ ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നാട്ടുവർത്തമാനം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു കോട്ടോട് കൂടിയാണ്. ഇന്നത്തെ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് ആയാലൊക്കെ എല്ലാവരും പഠിക്കുന്ന തിരക്കിനിടയിൽ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള പലതരം പ്രിപ്പറേഷന്റെ ഇടയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈ സംവരണ കോട്ടകളിലുള്ള കുട്ടികളോടായിരിക്കും ഈ പറയുന്നത് എന്നുള്ളതാണ്. നിനക്കൊക്കെ ഇത്ര പഠിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ജോലി ലഭിക്കുമല്ലോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? മറ്റൊരു ചോദ്യം, ഇത്രയേറെ പ്രസക്തമാക്കി ഈ ചോദ്യത്തെ മാറ്റിയത് ആരാ? ഒരു സാധാരണ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും കാലികമായത് എല്ലാം നിരീക്ഷിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംവരണത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ വേദിയിൽ അത് എത്രത്തോളം എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും സംവരണം എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അതിന്റെ ആശയം വളരെ ഉന്നതാണ്. എന്നാൽ അത് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അത് കൊണ്ടുവരുമ്പോൾ, പ്രാവർത്തികമായിട്ട് അത് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ സങ്കീർണതകൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നീതിശാസ്ത്രമാണ്. ഡോക്ടർ അംബേദ്കറുടെ വളരെ വിദഗ്ധമായ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ്. അന്നും ഇന്നും എന്ന് തന്നെ പറയാം. ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വളരെ പിന്നോക്കാവസ്ഥയിൽ ഇരിക്കുന്ന ജാതി, മത, വർഗ അത്തരത്തിൽ പെടുന്ന സമുദായങ്ങൾക്ക് അവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കുക. വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, തൊഴിൽ രംഗത്തായാലും ശരി, അവരെ ഒപ്പം കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഇന്നിപ്പോ ഇത്രയും കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഈ സംവരണം പലപ്പോഴും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരികയാണ്. പ്രധാനമായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് സ്വരങ്ങളുടെ, ഒരുപാട് ജാതികളുടെ, ഒരുപാട് മതങ്ങളുടെ, ഭാഷകളുടെ, ഒരുപാട് ചിന്താഗതികളുടെ എല്ലാത്തിന്റെ ഒരു സഞ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രതികരണങ്ങൾ അനുകൂലവുമാകാം പ്രതികൂലവുമാകാം. ഇവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് അതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ, ഒട്ടും അവർക്ക് അടയാളങ്ങൾ അവശേഷിപ്പിക്കാൻ സാധിക്കാതെ കടന്നു പോയ അവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മുടെ ഈ ഒരു മുഖ്യധാരയിലെ എല്ലാ സ്ഥാനമാനങ്ങളിലേക്കും അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിതിൽ ചെറിയൊരു കാര്യം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. എൻ്റെ അമ്മയുടെ ഒരു അയൽപക്കക്കാരി, അമ്മയുടെ ഒരു ആശ്രിതയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് 5 കുട്ടികളായിരുന്നു. മൂത്ത കുട്ടിക്ക് 12 വയസ്സ്, ഏറ്റവും ഇളയ കുട്ടിക്ക് ഒരു 3 വയസ്സുണ്ടാവും. ഈ അമ്മാളോമ്മ എന്നാണ് പേര്. ഈ അമ്മാളോമ്മ ഈ കുട്ടികളെ കൊണ്ടേ എല്ലായിടത്തേക്ക് പോകും. അത് അമ്പലമായാലും ശരി, അങ്ങാടിയായാലും ശരി, എവിടേക്കായാലും അവരെയും കൊണ്ടുപോകും. എന്നാൽ അവരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഏറ്റവും ചെറുതിനെ ഒക്കത്തിരുത്തിയിട്ടുണ്ടാവും, മറ്റേ 2 2 കൈയിലും ഒരു മുറുക്കി പിടിച്ചിട്ടുണ്ടാവും. മൂത്ത മകനെ കൊണ്ട് അതിന്റെ തൊട്ട് താഴെയുള്ള കുട്ടിയെ കൈ പിടിച്ച് നടത്തിക്കുന്നുണ്ടാവും. ഇവരിങ്ങനെ കൂട്ടമായിട്ടാണ് പോവുക. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, സംവരണം എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ ഒരു മാതൃവികാരം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു നിലയിലുള്ള ഒരു യാത്ര. ആ യാത്ര കണ്ടിട്ട് നമ്മൾ എപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. ഒരു ഒപ്പം. അതാണ് അമ്മയുടെ ഒരു വികാരം. അതുതന്നെയാണ് നമ്മുടെ ഭരണഘടന അനുശാസിച്ചിട്ടുള്ളത്. ഇന്ന് ചെന്നൈ പോലുള്ള ഒരു മഹാനഗരത്തില് ജീവിച്ചു വരുമ്പോൾ എനിക്ക് കേൾക്കാനുള്ളത് ബഹുസ്വരങ്ങൾ തന്നെയാണ്. യുവതയുടെ പലതരത്തിലുള്ള സ്വരങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ ഇടപെടുന്നത് ഒരുപാട് യുവാക്കന്മാരുമായിട്ടാണ് പലതരത്തിലും. അപ്പൊ എന്താണ് പറയണത് എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്.
അവര് പറയണത് എന്താ വെച്ചാൽ അവര് ഈ പറഞ്ഞ മാതിരി വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാം ഒരു നിലയിലെത്താൻ ആ പഠിക്കാൻ തന്നെ അവര് കഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ളവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. പഠിച്ച് അഡ്മിഷന്റെ പ്രവേശനത്തിന്റെ ഒരു സമയം വരുമ്പോ എന്താണ് അവർക്ക് തീർച്ചയായിട്ടും അവർ പിന്തള്ളപ്പെടുകയാണ്. അത് എന്തിന്റെ പേരിലാണ്? സംവരണത്തിന്റെ പേരിലാണ്. സംവരണത്തിന്റെ പേരില് അത് തുല്യത കൊടുക്കണം എന്ന് പറയുന്ന ആശയമാണ് സംവരണം. അതിനു വേണ്ടിയിട്ടാണ് സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. ആ സംവരണം തന്നെ ഒരു എന്താ പറയണ്ടേ, ഈ സാധാരണക്കാരായ യുവതി യുവാക്കൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് അതൊരു ശാപമായി മാറുന്നുണ്ട്. യോഗ്യതയല്ല അവിടെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമമുണ്ടാവും, എത്രത്തോളം പഠിച്ചിട്ടായിരിക്കും അവർ ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ പോട്ടെ, തൊഴിൽ രംഗത്തായാലും നമുക്ക് ഈ ഒരു യോഗ്യത എന്ന് പറയുന്നത് തക്കതായ തൊഴിലിന് തക്കതായ യോഗ്യത ഉള്ളവരെ ആ ഒരു നിലയിലേക്ക് എത്തിയവരെ മാത്രമേ എടുക്കാവൂ എന്നുള്ളതാണ് അവരുടെയും അഭിപ്രായം. അത് കേട്ടു നിൽക്കുന്ന എന്റെ അഭിപ്രായം അത് തന്നെയാണ്. എപ്പോഴും പൊതുവെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അതാത് തൊഴിൽ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള യോഗ്യത അവർക്ക് ഉണ്ടാവണം. അത് മാർക്കിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലോ അതിലൊരു ഇളവ് കൊടുത്തിട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സേവന വ്യവസ്ഥിതിക്ക് തന്നെ അത് ബാധകമാവും. പിന്നെ നമ്മളിപ്പോ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകണു, ബുദ്ധിയുള്ള കുട്ടികളൊക്കെ പുറത്തേക്ക് പോകണു. ഈ ബുദ്ധിയുള്ള കുട്ടികൾ മാത്രമല്ല, പഠിക്കാൻ കഴിയാത്ത, പഠിക്കാൻ ശരിയായ അവസരങ്ങൾ കിട്ടാത്ത എത്രയോ കുട്ടികളാണ് ഇന്ന് പുറത്തേക്ക് പോണത്. എന്തുകൊണ്ട് പോകുന്നു? അവർക്ക് ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള, അവർക്ക് ഒരു അർഹമായ തരത്തിലുള്ള പ്രവേശനങ്ങൾ എവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവര് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് വളരെ യോഗ്യത കുറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയണ്ടേ തലമുറ എന്ന് ഞാൻ പറയില്ല, യോഗ്യത കുറഞ്ഞിട്ടുള്ള ഒരുപാട് പേരാണ്. എന്ന് വെച്ച് സംവരണം വേണ്ട എന്നല്ല പറയുന്നത്. സംവരണം അത് അനുഭവിക്കുന്നവരുടെ യഥാർത്ഥമായ അർഹത എന്തെന്ന് അറിഞ്ഞ് മാത്രമേ കൊടുക്കാവൂ. യെസ് മാം, എപ്പോഴും ഈ സംവരണത്തിൽ തന്നെ പല രീതിയിൽ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മേൽജാതി, കീഴ്ജാതി, ഇതൊക്കെ ഇന്ന് ഈ 2026 ഇരുന്ന് പറയേണ്ടി വരുന്നത് തന്നെ ഗതികേടാണ്. എങ്കിൽ പോലും നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഈ മേൽജാതിക്കാരൻ, കീഴ്ജാതിക്കാരൻ ഈ രീതിയിൽ മാത്രമല്ല ഈ സംവരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതിനിടയിൽ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ കാലത്ത് മേൽജാതിക്കാരൻ എന്നൊക്കെയുള്ളത് നമ്മളിൽ പലർക്കും അറിയാം. അതൊക്കെ വെറും ഒരു മേൽക്കോയ്മ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വലിയ ഗ്രോത്ത് ഉള്ള വീടുകളിൽ നിന്നോ പഴയ ആഢ്യത്വം നിറഞ്ഞ തറവാടുകളിൽ നിന്നോ ഒന്നുമല്ല ഈ മേൽജാതി എന്ന് പറയുന്ന വീട്ടിലെ പല കുട്ടികളും ഇന്ന് സ്കൂളുകളിലേക്ക് വരുന്നത്. അത് ജാതിയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും പലതരത്തിലുള്ള ജാതികളിൽ നിന്നും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് സ്കൂളുകളിൽ വരുന്ന, ക്ലാസ്സിൽ ടോപ്പ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അവരൊക്കെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാദമിക് ഇയറിന്റെ അവസാനം അവർ ഫേസ് ചെയ്യുന്നത് മേൽജാതിക്കാരായതുകൊണ്ട് സീറ്റില്ല, അല്ലെങ്കിൽ ജോലിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷം അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ജാതിക്കാരുടെ അത്തരത്തിലുള്ള സംവരണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജോലി എന്നുള്ളതാണ്. ഇത്രയും ആളുകളുടെ ഈ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് എവിടെയാണ് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു സ്ഥാനം? ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു നല്ല കാര്യമായിട്ട് ഇപ്പൊ തോന്നുന്നില്ല. കാരണം പണ്ട് ചെയ്തു വെച്ചിരുന്ന, പഴയ തലമുറ പണ്ട് ചെയ്തു വെച്ചിരുന്ന എന്താ പറയാ അവരുടെ ഒരു അവഗണന അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെടുക മറ്റുള്ളവരെ, അതല്ല ഇന്നത്തെ സ്ഥിതി. ഇന്ന് മുന്നോക്ക സമുദായം എന്നൊക്കെ പറയുന്നവരും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. കാരണം ആ ഫ്യൂഡലിസ്റ്റിക് വ്യവസ്ഥ ഉള്ള കാലത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഭൂമി ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ആശ്രിതന്മാരാണ് കരുതുന്നത് എന്ന് മുന്നോക്ക സമുദായക്കാർ കരുതാം. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. ഈ 80 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ 80 വർഷത്തിന്റെ ഈ ആഘോഷം നടക്കുന്ന ഈ സമയത്ത് നമ്മൾ തീർച്ചയായും സംവരണത്തെക്കുറിച്ച് പുനർചിന്തിക്കേണ്ട സമയം തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ കണ്ണടച്ചു കൊടുക്കേണ്ട അവസ്ഥയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരരുത് നമുക്ക്. നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? സാമ്പത്തികമായിട്ട് എന്താണ് കഴിവുകേടുള്ളത്? അത് അടിസ്ഥാന വിദ്യാഭ്യാസങ്ങൾക്ക് മാത്രം എല്ലാവർക്കും ഇളവുകൾ കൊടുക്കാം. അതൊരു തുഴ പോലെയാണ്.
പട്ടികജാതി വർഗക്കാര് അവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല, സ്കൂളുകളില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തു കൊടുക്കണ്ടേ? അവരൊക്കെ എവിടെയൊക്കെയാണോ നല്ല നല്ല സ്കൂളുകൾ സ്ഥാപിച്ചു കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കുക, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടുന്നതായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണം സംവരണം. പിന്നീട് എന്താ നോക്കേണ്ടത്? ഉന്നത വിദ്യാഭ്യാസമാകുമ്പോഴും തൊഴിൽ രംഗത്താകുമ്പോഴും എന്തുകൊണ്ട് ഇവര് ഈ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവര് പിന്നോട്ടേക്ക് പോകുന്നു എന്നൊന്ന് നമ്മളൊന്ന് നോക്കണം. അവർക്ക് വേണ്ടതായിട്ടുള്ള അവർക്കും തുല്യതയാണ് സംവരണത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. പക്ഷെ തുല്യതയല്ല ഇന്നിപ്പോൾ കാണുന്നത്. ഇപ്പോഴും മേലേക്കിടയിലുള്ളവരും താഴേക്കിടയിലുള്ളവരും തമ്മിലുള്ള അന്തരം വലുതായിട്ട് തന്നെ നിൽക്കണം. എന്തുകൊണ്ടാണ്? പിന്നെ സംവരണത്തെക്കുറിച്ച് ശരിക്കുള്ള ഒരു അവബോധമില്ലാത്ത പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട്. എന്നാൽ ചില ന്യൂനപക്ഷങ്ങളിൽ വളരെയധികം സാമ്പത്തികമായി അങ്ങേ തലയിൽ എത്തിയവരും ആ ഒരു കാർഡ് ഉപയോഗിച്ച്, ആ ഒരു സൗജന്യം ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തൊഴിൽ രംഗത്തും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേറട്ടെ, എല്ലാവരും മുന്നേറണം, നമ്മുടെ നാട് നന്നാവണം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കഥയിലെ അമ്മാളമ്മയെ പോലെ ഒട്ടും കഴിവില്ലാത്തവരെ ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. പക്ഷെ ആ ഉദ്ദേശം നന്നായാലും അത് നേരത്തെ ആദ്യമായിട്ട് പറഞ്ഞ പോലെ അത് പ്രാവർത്തികമാക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കർശനമായിട്ട് അത് ശരിയായിട്ടാണോ നടപ്പിലാക്കുന്നത് എന്ന് നോക്കാനായിട്ട് തന്നെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഇപ്പൊ സ്കൂളുകളിൽ എങ്ങനെയാന്ന് വെച്ചാല് അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോ തന്നെ ജാതി മതം എല്ലാം അതിൽ ഫില്ലപ്പ് ചെയ്യും. അപ്പൊ തന്നെ എന്താണ് ഒരു വിവേചനം അവിടെ വരുന്നുണ്ട് ക്ലാസ് മുറികളില്. ഈ വിവേചനം വേണോ കുട്ടികൾക്കിടയിൽ? എന്തിനാണ് നമ്മൾ ഈ വിവേചനം ഉണ്ടാക്കി തീർക്കുന്നത്? ഇതൊരു വിവേചനം എന്ന് പറയണത് ആക്ച്വലി ഈ സംവരണത്തിന് അർഹരാവാൻ വേണ്ടിയിട്ടുള്ളവരാണോ എന്ന് നോക്കാനുള്ള ഒരു സമ്പ്രദായമായിരിക്കാം അപ്ലിക്കേഷൻ ഫോം. എന്നാൽ അങ്ങനെയല്ല അത് വേണ്ടത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, സംവരണം എന്ന് പറയുന്നത് അത് ഒരു വേർതിരിവിനോ വിഭജനത്തിനോ ഉള്ള ഒരു കാര്യമായി മാറരുത്, പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ. കാരണം അപ്പോൾ തൊട്ട് തുടങ്ങുന്ന അവരുടെ ആ ഒരു എന്നെ മാറ്റി നിർത്തി എന്നുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ ജീവിതത്തിൽ മുന്നോട്ട് വന്നാലും ആ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം അവർക്ക് മറ്റുള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും സംവരണം വിഭജനത്തിനുള്ളതല്ല, എല്ലാവരെയും ഒപ്പം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ലക്ഷ്യം നന്ന്, പക്ഷെ മാർഗത്തിലാണ് ഇവിടെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സംവരണം നടപ്പിലാക്കുമ്പോൾ വളരെ കർശനമായും വളരെ സൂക്ഷിച്ചും വേണം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. യെസ്, അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ സംവരണം വഴി ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ, അതൊരു ജോലിയായാലും വിദ്യാഭ്യാസമായാലും എത്തിച്ചേരുന്നത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. മുന്നോക്ക സമുദായക്കാരൊക്കെ ഇപ്പോഴും മുന്നാക്കം തന്നെയാണോ? പിന്നാക്ക സമുദായക്കാരൊക്കെ ഇപ്പോഴും പിന്നോട്ട് തന്നെ നിൽക്കുന്നവരാണോ എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തവുമാണ്. വ്യക്തമാണ്. താങ്ക് യു മീര മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.